തുറമുഖം കേരളത്തിന്റെ മുഖചിത്രം മാറ്റിമറിക്കുന്ന തരത്തിൽ ഇടം പിടിച്ച പദ്ധതികളിൽ ഒന്ന് തന്നെയാണ്. അടുത്തതായി പ്രധാനപ്പെട്ടതായി മാറുന്ന ഒന്ന് ഭൂഗർഭ തീവണ്ടിപ്പാതയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തീവണ്ടിപ്പാതയുടെ പദ്ധതിരേഖയ്ക്ക് അംഗീകാരമായി. ചരക്കു നീക്കത്തിന് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10.76 കിലോമീറ്റർ ദൂരം വരുന്ന തീവണ്ടിപ്പാതയ്ക്കാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർവഹണ സമിതി അംഗീകാരം നൽകിയത്. തീവണ്ടിപ്പാതയുടെ 9.5 കിലോമീറ്ററും ഭൂഗർഭ പാതയായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 1400 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ്. ഇതിന്റെ ഭാഗമായി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനെ സിഗ്നൽ സ്റ്റേഷനാക്കി ഉയർത്തുകയും കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കുകയും ചെയ്യും. നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് ബാലരാമപുരം മടവൂർ പാറയിൽ വെച്ച് റെയിൽ റോഡുമായി ചേരും. തുറമുഖ പ്രവർത്തനം സജ്ജമാക്കുന്ന സമയത്ത് കണ്ടെയ്നറുകൾക്ക് ദേശീയപാതയിൽ സഞ്ചാര സൗകര്യം ഒരുക്കും. തുറമുഖ റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്നയിടത്ത് മീഡിയൻ മുറിച്ചാകും ഗതാഗത സൗകര്യം ഉണ്ടാക്കുക. ഇതിനായുള്ള നിർദ്ദേശം പദ്ധതി നിർവഹണ സമിതി ദേശീയപാത അതോറിറ്റിക്ക് നൽകി. തൽക്കാലം ഈ നിർദ്ദേശം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുമെന്നാണ് സൂചന. കന്യാകുമാരി വരെ ദേശീയപാത സജ്ജമാകുന്ന വേളയിൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കും. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന റോഡ് വീതി കൂട്ടും. ദേശീയപാതയുടെ സർവീസ് റോഡ് ഉപയോഗിച്ചാകും ആദ്യഘട്ടത്തിൽ ചരക്കു നീക്കം. റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായി പരമാവധി കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സാഗർമാല പോലെയുള്ള പദ്ധതികളിൽ നിന്നുള്ള കേന്ദ്ര ഫണ്ട് ലഭ്യമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിറക്കലിനായി സ്ഥാപിക്കുന്ന 32 ക്രെയിനുകളിൽ ശേഷിക്കുന്ന 5 എണ്ണത്തിൽ 4 എണ്ണം കൂടി തുറമുഖത്ത് എത്തിച്ചിരുന്നു. ഇനി കൊളംബോയിൽ നിന്ന് ഈ മാസം ഒരു യാർഡ് ക്രെയിൻ കൂടി എത്തിക്കുന്നതോടെ 32 ക്രെയിനുകളുമാകും. ജൂൺ മാസം പകുതിയോടെ തുറമുഖത്ത് 2 കൂറ്റൻ ബാർജുകൾ എത്തിച്ചാണ് ആദ്യമായി ചരക്കുകളുടെ കയറ്റിയിറക്കൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുക. തുടർന്ന് ഈ ബാർജുകളിൽ കണ്ടെയ്നറുകൾ അടുക്കി ബർത്തിന് സമീപത്ത് എത്തിക്കും. ഈ വർഷം തന്നെ തുറമുഖം പ്രവർത്തനം തുടങ്ങും. ഈ സാഹചര്യത്തിലാണ് റെയിൽ റോഡ് സൗകര്യങ്ങളും അതിവേഗം കൂടുന്നത്. ചരക്കു നീക്കത്തിന് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10.76 കിലോമീറ്റർ ദൂരം വരുന്ന തീവണ്ടി പാതയ്ക്കാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർവഹണ സമിതി അംഗീകാരം നൽകിയത്. തീവണ്ടി പാതയുടെ 9.5 കിലോമീറ്ററും ഭൂഗർഭ പാതയാണ്. 1400 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനും നവീകരിക്കും. റോഡ് നവീകരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. എല്ലാം അതിവേഗം പൂർത്തിയാക്കാനാണ് തീരുമാനം. നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് ബാലരാമപുരം മടവൂർ പാറയിൽ വെച്ച് റെയിൽ റോഡുമായി ചേരും. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് കണ്ടെയ്നറുകൾക്ക് ദേശീയപാതയിൽ സഞ്ചാര സൗകര്യം ഒരുക്കും. തുറമുഖ റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്നയിടത്ത് മീഡിയൻ മുറിച്ചാകും ഗതാഗത സൗകര്യം ഉണ്ടാക്കുക. ഇതിനായുള്ള നിർദ്ദേശം പദ്ധതി നിർവഹണ സമിതി ദേശീയപാത അതോറിറ്റിക്ക് നൽകി. ഈ നിർദ്ദേശം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കേണ്ടതുണ്ട്. റോഡ് വികസനം വിഴിഞ്ഞം തുറമുഖത്തിന് അനിവാര്യമാണ്. കന്യാകുമാരി വരെ ദേശീയപാത സജ്ജമാകുന്ന വേളയിൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കും. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന റോഡ് വീതി കൂട്ടും. ദേശീയപാതയുടെ സർവീസ് റോഡ് ഉപയോഗിച്ചാകും ആദ്യഘട്ടത്തിൽ ചരക്കു നീക്കം. വിഴിഞ്ഞത്ത് ചൈനയിൽ നിന്ന് ഷെൻഹുവ 34 എന്ന കപ്പലിലാണ് 4 ക്രെയിനുകൾ കൂടി വ്യാഴാഴ്ച രാവിലെയോടെ എത്തിച്ചത്. പുറംകടലിൽ നിന്ന് കപ്പലിനെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ ടാഗുകൾ ഉപയോഗിച്ച് കപ്പലിനെ സുരക്ഷിതമായി ബർത്തിലടുപ്പിച്ചു. ക്രെയിനുകളുമായി എത്തുന്ന 7ാമത്തെ കപ്പലാണിത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.